ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറുപയറും കൊണ്ടൊന്ന് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനൊരു 2 ഗ്ലാസ് ഇഡ്ഡലി റൈസും 1.5 ഗ്ലാസ് ചെറുപയറും പിന്നെ 1.25 ഗ്ലാസ് ഉഴുന്നും എടുത്തിരിക്കുന്നത് കേട്ടോ. സാധാരണ പച്ചരിയും കൊണ്ടും ഉണ്ടാക്കാം, പക്ഷേ എനിക്ക് ഇഡ്ഡലി റൈസും കൊണ്ടാണ് ഒരു കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി റൈസ് എടുത്തത്. ഇനി നമുക്കിത് കുതിരാൻ വേണ്ടി വെക്കണം. കുതിരാൻ വെക്കുന്നതിന് മുമ്പ് ഞാൻ കഴുകിയിട്ടാണ് വെക്കുന്നത്. കാരണം എന്താണെന്നോ, പിന്നെ അത് കഴിയാൻ നേരത്തെ ഇനി കഴുകിയല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. അത് എനിക്ക് ചിലപ്പോൾ ഒരു മനസ്സിനൊരു സംതൃപ്തി കിട്ടുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ അരയ്ക്കാൻ നേരത്തെ ഇതിൻ്റെ അകത്തോട്ട് പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇടാം, ടേസ്റ്റിന് വേണ്ടി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പക്ഷേ ഞാനിതൊന്നും ഇടാറില്ല. ഇവിടെ മക്കൾക്കൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട്. പിന്നെ ഇത് അരച്ചിട്ട് അപ്പം വേണമെങ്കിലും ചൂടാം, അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടും ചൂടാം കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ എന്ത് കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാം. സാധാരണ ദോശയ്ക്ക് കഴിക്കുന്ന പോലെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കി കേട്ടോ. അവരവരുടെ ഇഷ്ടത്തിനുള്ള കറികളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിടുന്ന ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പുതിയ വിശേഷമായിട്ട് കാണാം. താങ്ക്